സല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുവിൻ കാരുണ്യമേകിയ ഭൂമി. ശ്രീഹരി ഉണ്ടായിരുന്നു. ഇതൊക്കെ ആരാ ലാസ്റ്റ് ഇങ്ങനെയൊക്കെ പ്ലാൻ ചെയ്തേ? ഞാൻ തന്നെ. ചോദിക്കാം നമുക്ക്. ശരത് സർ. മക്കളെ നല്ല ബ്യൂട്ടിഫുൾ സോങ്, ബ്യൂട്ടിഫുൾ സോങ്. മക്കള് നന്നായിട്ട് പാടി കേട്ടോ, നന്നായിട്ട് പാടി. ശബ്ദമൊക്കെ കുറച്ച് അടപ്പുണ്ടായിരുന്നെങ്കിൽ കുഴപ്പമില്ല, അതൊക്കെ നമ്മൾ അഡ്ജസ്റ്റ് ചെയ്തു കേട്ടോ. നന്നായിട്ട് പാടി, എനിക്ക് കുറെ ഇഷ്ടമായി. മോന് ഇതിന്റെ അർത്ഥം അറിയാമോ? ഒരു അനാഥരായ ആൾക്കാരെ കുറിച്ച് പാടുന്നു. അല്ല, എന്താണ് അതിന്റെ? അല്ലാഹുവിൻ കാരുണ്യമില്ലെങ്കിൽ ഭൂമിയിൽ എല്ലാരും അനാഥർ, അങ്ങനല്ല. എത്തീമെന്ന് പറഞ്ഞാൽ അനാഥർ എന്നാണ്, അല്ലാതെ മുകളിൽ എത്തിയെന്നല്ല കേട്ടോ. എത്തി മുകൾ, ഞാൻ എത്തി കേട്ടോ, മൂന്നാമത്തെ നിലയിൽ, അതല്ല. എത്തീമെന്ന് പറഞ്ഞാൽ അനാഥർ. എന്ത് അർത്ഥവത്തായിട്ടുള്ള ലിറിക്സ് ആണ്. മനോഹരമായിട്ട് പാടി മക്കള്. ആ നാളെ വെറും അതൊന്ന് പാടാമോ? അനുപല്ലവിയുടെ സെക്കൻഡ് ലൈൻ. ഇന്നത്തെ സമ്പന്നൻ നാളെ വെറും എത്തിയും എത്തി. ഷാർപ്പാണ്. എത്തിയും എത്തി. ഷാർപ്പാടാ ചക്കര. എത്തിയും എത്തി. ചേർത്തോളുക, ഇല്ലെങ്കിൽ ആ സ്വരത്തിന് മുകളിൽ എത്തി മുകളെന്ന് പറയും ഞങ്ങൾ കേട്ടോ. മക്കളെ, അതുപോലെ ഈ അള്ളാഹുവിൻ കാരുണ്യമില്ല, അതൊരു ആ അനുബല്യം കഴിഞ്ഞിട്ട് ഒന്നിനൊരു കൺട്രോൾ ഇല്ലായിരുന്നു. അത് ഒരുമാതിരി ചതഞ്ഞിരുന്നു. അത് ശരിയായിക്കണം. എപ്പോഴും ഒരു പാട്ടങ്ങോട്ട് ആ A to Z ബ്യൂട്ടിഫുൾ ആയിരിക്കണോടാ. ആ അറ്റം മുതൽ ഈ അറ്റം വരെ നമ്മ. കാര്യം നീ ടാലന്റഡ് ആണ്, യു ആർ വെരി ടാലന്റഡ്. തൃശ്ശൂർകാരാ കേട്ടോ. ഇതാരാ കമ്പോസ് ചെയ്തത്? എവനെ എടുത്ത് എറി ഞാൻ ഇപ്പുറത്ത് കണ്ടത്തിലേക്ക്. സിനിമേന്റെ പേര് എത്തിയും. അതവിടെ കിടന്നോട്ടെ. ഞാൻ കമ്പോസ് അറിയാലോ.
നീ എടാ ഈ കമ്പോസറെ ഒന്നും മലയാള സിനിമയ്ക്ക് മറക്കാൻ പറ്റത്തില്ല. അങ്ങനെ ഒരു ജോൺസൺ മാഷാണ് അല്ലേ? ഞാൻ നിനക്കൊരു പോയിന്റ് കുറയ്ക്കുകയാണ്. കുറച്ചോ അത് ഞാനും അത് ഇത് ഒരു സൃഷ്ടിച്ച ആളുകളെ മറന്നിട്ട് ഇവിടെ വന്ന് തൊപ്പിയിട്ട് നിന്നിട്ട് ഒരു കാര്യമില്ല മക്കളെ. ഓ മാൻ, ഏയ് വാട്ട് ഈസ് ദിസ് നോൺസെൻസ്? നമ്മൾ ഒരു റൗണ്ടിൽ പ്രസന്റ് ചെയ്യുമ്പോൾ അതിന്റെ കമ്പോസർ ശരി, എഴുതിയതാരാ പാട്ട് എഴുതിയത്? അടുത്ത -1. എടാ എന്തോന്നടേ നീ മക്കളെ, ഇവർക്ക് ലെജൻസ് ആടാ. അത് മറന്നിട്ട് വരാമോ നീ? ബാബുക്ക, MS ബാബുരാജ്, P ഭാസ്കരൻ. എന്തോന്ന് ഭാസ്കരൻ മാഷിനെ ബാബുക്കയൊക്കെ മറന്നിട്ട് ഇവിടെ വന്ന്. അടേ അള്ളാഹുവിന്റെ കൃപ വേണോ നിനക്ക്? എന്നാ ഇവർ ഈ പേരൊക്കെ പഠിക്കാണ്ട് അള്ളാഹു തുണയ്ക്കത്തില്ല ഉറപ്പായിട്ട് കേട്ടോ. കാണാനും നീ അവസാനം നിന്ന് ആ പ്രാർത്ഥന അതൊക്കെ ബ്യൂട്ടിഫുൾ ആയിരുന്നു മക്കളെ. പക്ഷെ ഇത് പഠിക്കണടാ. ഇത് ഇപ്പം സിനിമാ പേര് പഠിച്ചില്ലാലും കുഴപ്പമില്ല. ആരാണ് ഈ പാട്ട് സൃഷ്ടിച്ചുകൂട്ടി ഇവിടെ വന്ന് പാടാൻ, സൂപ്പർ സ്റ്റാറിന്റെ വേദിയിൽ മോൻ നിന്ന് പാടാൻ കാരണമായത് ആരാണ്? ഇത് ഉണ്ടാക്കിയവരല്ലേ. അപ്പം അവരെ നമ്മൾ മാനിക്കണ്ടേ? അത് ചെയ്യരുത് കേട്ടോ മോനെ കേട്ടോ. പക്ഷെ നീ നന്നായിട്ട് പാടിയിടാം. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു സാർ. താങ്ക് യു സർ. ഷാനിക്ക. ശ്രീഹരി നന്നായിട്ട് പാടിയടാ. താങ്ക് യു സാർ. എനിക്കും ആകെ ഈ ഇന്നത്തെ സമ്പന്നൻ ആണ് ഞാൻ വരയിട്ടത്, പിന്നെ കരുണാമൃതം തൂകും, അതുപോലെ എല്ലാം നന്നായിട്ട് തന്നെ പാടി. എനിക്കൊന്ന് ശ്രീഹരിയുടെ വൺ ഓഫ് ദ ബെസ്റ്റ് പെർഫോമൻസസ് ആയിരുന്നു ഇന്ന് കണ്ടത് കേട്ടോ. പിന്നെ ശരിക്കും ഈ സല്ലല്ലാഹു അലൈഹി വസല്ലം എന്നാണ് എഴുതി വെച്ചിരിക്കുന്നത്. ശരിക്കും സല്ലല്ലാഹു അലൈഹി വസല്ലം എന്നാണ് അതിന്റെ ശരിക്കുള്ള സംഭവം എന്ന് പറയുന്നത്. സല്ലല്ലാഹു അലൈഹി വസല്ലം എന്നാണ്. അപ്പം എനിക്കൊന്ന് പാട്ടിൻ്റെ മീറ്ററിനനുസരിച്ച് അത് ഹലൈവ എന്ന് അല്ല കേട്ടോ. അപ്പം അതൊന്ന് നോക്കിക്കോ. പിന്നെ പക്ഷേ ആ സന്തോഷം മുഴുവൻ പോയി. കാരണം ആസ് എ കമ്പോസർ അത് ബാബുക്കയുടെ ഒരു പാട്ടിൻ്റെ ബാബുക്കയുടെ പ്രസൻസ് ഇല്ലാത്ത പോലെ ആയിപ്പോയി പെട്ടെന്ന്. പാട്ട് എഴുതിയ ആളും അറിയില്ല, മ്യൂസിക് ചെയ്ത ആളും അറിയില്ല, പാടിയത് യേശുദാസ് സാർ. പിന്നെ ഒരാളുണ്ട്. നന്നായിട്ട് പാടി കേട്ടോ. താങ്ക് യു സാർ. താങ്ക് യു ഷാനിക്ക. ഹരിച്ചേട്ടാ. ശ്രീഹരി നന്നായിട്ട് പാടി വെച്ച് ഞാൻ ഒരു നല്ല മാർക്ക് ഇട്ടതാ. പക്ഷെ ഞാൻ അവിടെ നിന്ന് ഒരു -0.2 ഇട്ടു. ഇങ്ങനെ 2 കാരണം ആ കമ്പോസേഴ്സിനെ മറന്നതുകൊണ്ട്. നമ്മൾ ഒരിക്കലും അത് ചെയ്യരുത്. നമ്മൾ ആ പാട്ട് പാടാൻ കാരണം തന്നെ അവരല്ലേ. അപ്പോൾ അതുകൊണ്ട് അവരെ മറന്ന് നമ്മൾ ഈ ഒരു പാട്ട് പഠിക്കുമ്പോൾ അതിൻ്റെ മ്യൂസിക് ഡയറക്ടർ, ലിറിസിസ്റ്റ്, അത് ഏത് മൂവി, ഇത് മൂവി ഏത് വർഷം റിലീസ് ചെയ്തു, 1977 ഇതെല്ലാം യൂട്യൂബിലുണ്ട്. യൂട്യൂബിൽ വിഷ്വലും ഉണ്ട്. ഒരു ക്ലാസ് റൂമിലുള്ളൊരു അല്ലെങ്കിൽ അതൊരു സമൂഹമായിട്ട് ഇങ്ങനെ ഒരു പാടുന്നൊരു ഫിലിമിൻ്റെ ടൈറ്റിലായിട്ട് അത് കാണിക്കുന്നത്. തിരക്കഥ, സംഭാഷണം എന്നൊക്കെ പറഞ്ഞത് വരുന്നത്. അപ്പോൾ നിങ്ങൾ അതിനൊരു ഇൻട്രസ്റ്റ് കാണിക്കണ്ടേ? അപ്പോൾ അതാണ് എനിക്ക് ബാക്കിയൊക്കെ കമൻസ് ഒക്കെ പറഞ്ഞു. പക്ഷെ ശ്രീഹരിയുടെ ഇതുവരെ ഉള്ളതിൽ ഏറ്റവും നല്ല പെർഫോമൻസ് ആയിരുന്നു കേട്ടോ. താങ്ക് യു സാർ. ഓക്കെ, താങ്ക് യു ഹരിച്ചേട്ടാ. മാർക്ക് വയ്ക്കാം ഹരിച്ചേട്ടാ. ഞാൻ ആദ്യം ഇട്ടിരുന്നത് 9.1 ആയിരുന്നു. ബട്ട് നൗ ഇറ്റ്സ് 8.9. താങ്ക് യു സാർ. താങ്ക് യു ഹരിച്ചേട്ടാ. ഷാനിക്ക. ഞാനും നല്ല മാർക്കായിരുന്നു കണ്ടുവച്ചത്. ബാബുക്കനെ മറന്നുകൊണ്ട് 8.8. താങ്ക് യു സാർ. താങ്ക് യു ഷാനിക്ക. ശരത് സർ. 8.71. ഞാൻ 9 ആയിട്ട് വെച്ചിരുന്നതാണ് സത്യത്. അത് ഒരു കള്ളത്തരമല്ല, 9 ആണ് ഇട്ട് വെച്ചത്. ഓൾ ദി ബെസ്റ്റ്. ഓക്കെ, താങ്ക് യു ശരത് സർ. സോ ടോട്ടൽ 26.4 മാർക്ക്. ഇനി ഇത് റിപ്പീറ്റ് ചെയ്തു. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്.